ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ചെക്കൻ്റെ ഗ്രൂം ട്യൂബിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു മൈലാഞ്ചി കല്യാണം പലയിട്ടൊക്കെ നടത്താനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊന്നല്ല, നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തു രാത്രിയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കയ്യിലുള്ള പച്ച ഡ്രസ്സൊക്കെ തൽക്കാലം ഒപ്പിച്ചിട്ട് അങ്ങനെയാണ് ഒരു പരിപാടി നടത്തുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ പച്ച ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂർ മുന്നേയാണ് കേട്ടോ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത്. നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് പിന്നെ കുറച്ച് നെയ്ബേഴ്സ് അത്രയും പേരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി കളറാക്കിയത്. കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, തിരക്കിലൊക്കെ പെട്ടുപോയോണ്ട് കേക്ക് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളവിടെ മെയിൻ ആളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണോണ്ടാവും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബാക്കിൽ കാണുന്ന ഗ്രൂം ട്യൂബി കണ്ടിട്ട് ഇതെന്ത് ഇങ്ങനെയെന്നൊന്നും ആരും വിചാരിക്കണ്ട. പിള്ളേരുടെ ഇടയിലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ സെറ്റാക്കാൻ നിന്നാൽ ഇതുപോലെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ കേക്കിന്റെ പീസ് ഞാൻ പാത്തൂനാണ് കേട്ടോ കൊടുത്തത്. അനിയത്തിയൊക്കെ സാരി കണ്ടെടുത്തിട്ടുള്ളത് നമ്മുടെ കല്യാണച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. ഇന്നത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫറും എൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ചെക്കന്മാരും ടീമൊക്കെ ചേർന്ന് പാട്ട് പാടിയിട്ടും ഡാൻസ് ചെയ്തിട്ടൊക്കെ നല്ല രീതിക്ക് പരിപാടിയൊക്കെ ഉഷാറാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പരിപാടിയൊക്കെ ഏകദേശം കഴിയാനായപ്പോഴേക്കും എൻ്റെ പുത്രനെല്ലാം അഴിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ പോയി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് അനിയത്തിയുടെ ഫ്രണ്ട് ആട്ടോ മെഹന്തിയൊക്കെ ഇട്ടുന്നത്. രണ്ട് കൈയിന്റെ ബാക്കിൽ മാത്രമായിട്ടോ മെഹന്തിയൊക്കെ ഇടിപ്പിച്ചത്. അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞു. എന്റെ കയ്യിൽ മാത്രമല്ല കേട്ടോ, പാത്തുവിന്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാത്തുട്ടിയുടെ കൈയിന്റെ ബാക്കിൽ മാത്രമായിട്ടാണ് മൈലാഞ്ചി ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് പുറത്തെടുക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്റെ കൈയിന്റെ അടിയിലും കൂടെ കുറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ചെക്കൻ്റെ നിക്കാഹ്. നമുക്ക് രാവിലെയാണ് നിക്കാഹിൻ്റെ ടൈം വരുന്നത്. 9:30 മണിയാകുമ്പോഴേക്കും നമുക്ക് പെണ്ണിൻ്റെ സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്. നമുക്കൊരു മണിക്കൂറത്തെ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്താൻ. അപ്പം നമുക്കൊരു 8 മണി 8:30 ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. നമുക്ക് വെള്ളിയാഴ്ച ജുമയുടെ മുന്നായിട്ടാണ് നിക്കാഹിൻ്റെ ടൈമൊക്കെ വരുന്നത്. അതാണ് ഇത്രയും നേരത്തെ പോണത് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങണതിന് മുന്നേ അദ്വാരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങായി. നമ്മളൊരു കെട്ടിടമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല, സമയം കിട്ടണ്ടേ. എൻ്റെ ഇബ്രാഹിമിൻ്റെ മുഖം കണ്ടറിയാം ഉറങ്ങി കിടക്കണോടത്തുനിന്ന് കുളിപ്പിച്ചെടുത്തോണ്ട് വരുന്ന വരവാണെന്ന്. അതിൻ്റെ ഉറക്കക്ഷീണം തന്നെ പോയിട്ടില്ല, കണ്ടില്ല മുഖം. അങ്ങനെ നമ്മുടെ പാത്തുട്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്കൊക്കെ എത്തിയിട്ടോ. നിക്കാഹിൻ്റെ ആൾക്കാരൊക്കെ നേരെ പള്ളിയേക്കും, നമ്മൾ പെണ്ണുങ്ങൾ മാത്രം വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയപ്പോൾ നമുക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പത്തിരി പൊറോട്ട ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പത്തിരി മാത്രം കഴിച്ചുള്ളൂ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിക്കാഹിൻ്റെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ചെക്കനും ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ മഹർ കൊടുക്കണ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ നേരം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ വക കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ചെക്കൻ്റെ കല്യാണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡി ആവാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. നമുക്ക് പൊറാട്ടയും ബീഫ് ലിവറൊക്കെ ഇരുന്നിട്ടോ കഴിക്കാണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തന്നെ ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ കളർ ചേഞ്ചാണ് ബാക്കിയുള്ളവർക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കല്യാണ ചെക്കനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫേസ് കണ്ടാലേ അറിയാം ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാത്തു ഇവിടെ റെഡി ആയി കഴിഞ്ഞു, അനിയത്തും ഒക്കെ റെഡി ആയിട്ടോ. ഞാനും ഇവിടെ ഏകദേശമൊക്കെ ഫുള്ളായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഞാനും ഇബ്രാഹിമൊക്കെ ബ്ലാക്ക് ഡ്രസ്സ് ആട്ടോ, ഞങ്ങൾ മാത്രം മാച്ച് ഒപ്പിച്ചു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുത്തനും ഇവിടെ ഫ്രെയിമിൽ നിന്ന് കരഞ്ഞോണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഓനും കൂടെ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്പ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണത് ട്രാവലറിലാണ്. അടിപൊളി പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ. ഞങ്ങളാണ് വീട്ടിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങിയ ആൾക്കാർ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കണം കേട്ടോ. ചെന്ന പാട് നമ്മൾ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ എല്ലാ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. നിക്കാവും കാര്യങ്ങളൊക്കെ തലേ ദിവസം കഴിഞ്ഞുകൊണ്ട് നമുക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി പോവുക. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വേഗം കയറി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ദ്വാരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി അത് അവിടെ വന്ന് കിടക്കേണ്ടി കേട്ടോ. പക്ഷെ നമ്മൾ ആ വണ്ടിയിലല്ല പോണത്, നമ്മൾ ഈ വണ്ടിയിലാണ് പോണത് കേട്ടോ. നമ്മൾ പോണത് കാറിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് സ്ഥലത്തെത്തിയിട്ട് നമ്മുടെ തൊട്ട് പിന്നിലായിട്ട് തന്നെ ചെക്കൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പഫ്സ്, കേക്ക്, ചായ, ലൈം അങ്ങനെയുള്ളതൊക്കെ ഇരുന്ന് കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇരിക്കണതാണ് എൻ്റെ കസിൻസ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാണ് ഒരേ മോഡൽ കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ ഡ്രസ്സ് തയ്പ്പിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ പെണ്ണിന് സ്റ്റേജിലേക്കൊക്കെ കയറ്റുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളും സ്റ്റേജിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറേ നേരത്തേക്ക് ഞങ്ങളെ പ്രഹസനങ്ങളായിരുന്നു കേട്ടോ. ഒരേ മോഡലിൽ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരേപോലെ മെഹന്തി ഇട്ടതിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു കേക്ക് കട്ടിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയാതാണ് സൂക്ഷിച്ച് നോക്കുന്നത്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ട് കേക്ക് കട്ടിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പെണ്ണും ചെക്കനും കയറി വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിക്കായിരുന്നു. പാത്തു എൻ്റെ മേല് വാള് വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടോ. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പൂക്കളൊക്കെ അലങ്കോലപ്പെടുത്തുന്ന പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മളെ മാരേജ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ശരി.